ഹായ്, എല്ലാവർക്കും ഉണ്ടൂസ് മൾട്ടി ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കനുണ്ട്, അത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പതിവ് പോലെ ഇന്നും റിക്രൂട്ട്മെൻറ്റ് വീഡിയോ ആയിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു, ആപ്രിക്കോട്ട് പൂത്ത് നിന്നത് ഞാൻ ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തിരുന്നു. അതിപ്പോഴത് ആ ഫ്രൂട്ട്സ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് പാകമായപ്പോഴേ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ തോട്ടത്തിലുള്ള ഫ്രൂട്ട്സ്, ഒട്ടുമിക്ക ഫ്രൂട്ട്സുകളുടെയും വീഡിയോ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് പോയി കാണുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സൊക്കെ കണ്ടു തുടങ്ങിയാലോ. കഴിഞ്ഞ ദിവസം ഇതേ 2 ആപ്രിക്കോട്ടിലാണ് പൂക്കൾ നിറഞ്ഞ് നിന്നിരുന്നത്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് അത്ര വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇതിലുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ, പഴുത്തിട്ടും ഇല്ല. കണ്ടില്ലേ, ഇത് നമ്മൾ നിറയെ പൂത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതാ നിറയെ ഫ്രൂട്ട്സ് പിടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, എന്ത് രസമാണെന്നറിയോ. നിങ്ങളിത് വന്നൊന്ന് കാണുമ്പോൾ ഇത്രയും ഫ്രഷായിട്ടുള്ളത് കിട്ടുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഭയങ്കര സന്തോഷമാണ് മനസ്സിന് കേട്ടോ. ഇനി അടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നോക്ക്, ഇത് നിറയെ പൂത്ത് എന്തൊരു രസമായിട്ട്, ഈ പച്ചയും ഈ കളറും കൂടി എന്തൊരു കോമ്പിനേഷനാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇത് രസമായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് കണ്ടിട്ട് ഞാൻ വന്നപ്പോഴേ ഒരെണ്ണം എടുത്ത് കഴിച്ചു. നോക്കിയേ, എത്ര രസമാണെന്നറിയാമോ. ഇത്രയും ഫ്രഷായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, ഇതുവരെ കഴിച്ചിട്ടുമില്ല. അത്ര ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സാണ്. നോക്കൂ, ഇത് നിങ്ങൾക്ക് സ്ഥലം അറിയണമെന്നുണ്ടെങ്കിൽ ഒമാനിലെ ജബൽ അക്തർ എന്ന് പറയുന്ന സ്ഥലമാണിത്. ഒമാനിൽ ജബൽ അക്തർ എന്ന് പറയുന്ന സ്ഥലം. ഇതിപ്പോൾ വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, ഒരുപാട് രസമാണ്. എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാൻ. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിളവ് വളരെ കുറവായതിനാലായിരിക്കാം ഈ പ്രാവശ്യം വളരെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കൂ, കണ്ട, വളരെ അധികം ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി വലിപ്പം വെച്ചിരുന്നു, ഈ പ്രാവശ്യം ഏകദേശം അത്രയും വലിപ്പം കാണുന്നില്ല. പക്ഷേ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഇത് ഈ സൈഡിൽ നിന്ന് നോക്കിയാലും അങ്ങനെ തന്നെ. കഴിഞ്ഞ വർഷത്തെ ഫ്രൂട്ട്സിന് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരുന്നു, പക്ഷേ കേടുപാടുകൾ കുറേ ഉണ്ടായിരുന്നു. കൃമികീടങ്ങൾ കുറേ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചുകൂടെ ഫ്രഷാണ്. പക്ഷേ ഫലത്തിന് കുറച്ചുകൂടെ വലിപ്പക്കുറവ് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഒമാനിലെ ജബൽ അക്തർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ജബൽ അക്തർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ്. ഇത് മാത്രമല്ല, പലതരം ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോ ഒന്ന് പോയി കാണണേ. ഇത് ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ ഫ്രൂട്ട്സാണ്. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ദാണ്ട കുറേ പഴുത്ത് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ.